പശ്ചിമബംഗാളിലെ ശശികല രംഗത്തിറങ്ങിയിട്ടുണ്ട്. പശ്ചിമബംഗാളിലൊക്കെ ഉണ്ടായിരുന്ന ശശികലമാർ വല്ലാതെ വീർപ്പ് മുട്ടി കഴിയുകയായിരുന്നു. ഇപ്പോൾ അവരൊക്കെയും രംഗത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാ പശുക്കളെയും കൊല്ലുന്നതിനെ ഞങ്ങൾ അനുവദിക്കുന്നില്ല, പക്ഷേ അതിന് ചില നിബന്ധനകൾ കൊല്ലുന്നതിന് ഈ ശശികല മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനു മുമ്പ് ഈ ശശികലയെ മൊത്തത്തിൽ ഒന്ന് കാണാം, കണ്ടോളൂ. If it is above the age of 14 years for a cow or for that family, the certificate has to be given. Mr. Humayun Kabir, if you have to stay in Bengal. അതായത് പശുക്കൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെടുന്നവർക്കോ 14 വയസ്സിൽ കൂടുതലാണെങ്കിൽ അതിനെ അറുക്കാം. ഒരു പെരുന്നാളിന് ഇത് വാങ്ങുന്നില്ല എന്ന് വെച്ചപ്പോഴത്തേക്ക് പ്രായം നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്കെത്തി. എന്താ ഈ മോള് പറയുന്നത്? എല്ലാ പശുക്കളെയും കൊല്ലാതിരിക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, നിങ്ങൾക്ക് അറുക്കാം. പക്ഷേ അറുക്കണമെങ്കിൽ എന്ത് വേണം? 14 വയസ്സിൽ കൂടുതൽ പശുവിന് പ്രായമുണ്ടാകണം. 14 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ പറയുന്ന പശുവിൻ്റെ വാപ്പയായ കാളയോടും പശുവിൻ്റെ ഉമ്മയായ അല്ലെങ്കിൽ മാതാവായ ആ മുതുപശുവിനോടും ചോദിച്ച് മനസ്സിലാക്കുക, ഏത് വർഷം, ഏത് തീയതി, ഏത് നക്ഷത്രത്തിലാണ് തങ്ങളുടെ പശുപുത്രി ജനിച്ചത് എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ച് ഈ വാങ്ങുന്ന കർഷകരെല്ലാം തീയതി അടയാളപ്പെടുത്തി വെക്കണം. എന്നിട്ട് 5 വയസ്സിലോ 6 വയസ്സിലോ 7 വയസ്സിലോ ഒക്കെ വിട്ടാൽ പശുപാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ്റെ നിയമത്തിൽ വരും. അതിനെ പിഞ്ച് പശുവായി പരിഗണിക്കപ്പെടും. എന്നാൽ 14 വയസ്സ് കഴിഞ്ഞ പശുവാണെങ്കിൽ അതിനെ അറുക്കാൻ അനുവദിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പശുവിൻ്റെ കുടുംബത്തിൽ പറഞ്ഞതായിരിക്കുന്നു എന്ന് സർട്ടിഫിക്കറ്റും വേണം, 14 വയസ്സുണ്ട് എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റും വേണം. അത്തരം കാര്യങ്ങൾ ഡോക്ടർമാർ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഈ ശശികല മോളെ കണ്ടാൽ നിങ്ങൾക്ക് ഏത് പശുവിനെയും 14 വയസ്സിന് മുകളിലുള്ളതിനെ അറുക്കാം. എന്തൊക്കെ തമാശകളാണ് ഈ രാജ്യത്ത് നടക്കുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നീറ്റ് പരീക്ഷ മൊത്തം തകർത്തു, CBSE പരീക്ഷ മൊത്തം തകർത്തു. ഇനി ഇന്ധനവില കൂടി, ചെറുകിട സംരംഭങ്ങൾ ആകെ പ്രയാസം ഉണ്ടാകുന്ന കാലമായി. ലോകം മുഴുവനൊരു സാമ്പത്തിക മാന്ദ്യം ഈ ട്രംപിൻ്റെ യുദ്ധം കൊണ്ട് വരാൻ പോകുന്നു എന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. അതിനെയൊക്കെ മറികടക്കാൻ സ്വന്തം രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിന് പകരം പശുവിൻ്റെ പ്രായവും അതിൻ്റെ പിതാവായ കാളയെക്കുറിച്ചും അതിൻ്റെ മാതാവായ മുതുപശുവിനെക്കുറിച്ചും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ഇനി മോളുടെ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കണം. Mr. Humayun Kabir, if you have to stay in Bengal, you need to follow the rules of Bengal. And if you think you can't follow the rules of Bengal, you are welcome to go to any other state where you are allowed. Or that, if that is also not allowed, you can go out of the country. There are other 55, 56 Islamic nations, where you can go. അതായത് ഹുമയൂൺ കബീറിന് ബംഗാളിലെ നിയമം അനുസരിച്ചാണെങ്കിൽ ബംഗാളിൽ നിൽക്കാം. ബംഗാൾ ഈസ് എ ബനാന റിപ്പബ്ലിക്, അവിടെ നിൽക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് പോകാം. ഇല്ലെങ്കിലോ രാജ്യത്തിന് പുറത്തു പോയാൽ 55 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, എവിടെ വേണമെങ്കിലും പോകാം. എന്ന് വെച്ചാൽ മോൾക്ക് സ്ത്രീധനം കിട്ടിയതാണ് ഈ രാജ്യം. അപ്പോൾ അതുകൊണ്ട് മോളുണ്ടാക്കുന്ന നിയമം അനുസരിച്ചില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം. പശുവിനെ അറുക്കാം, 14 വയസ്സിൽ കൂടുതലായിരിക്കണം. 13.25 വയസ്സാണെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല. സംഗതി കലക്കി.